മാന്യപ്രേക്ഷകർക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. ഇന്നിവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ അവസരം ഒരുക്കുന്ന ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾക്കും മറ്റംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾ എവരുടെ ആത്മാർത്ഥമായ സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുന്നു. നമസ്കാരം, ഞാൻ സാബു പള്ളിക്കൽ. റേഡിയോ ജോക്കി ആയിരുന്നു. റേഡിയോ ജോക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM. അതോടൊപ്പം തന്നെ ഞാനൊരു അനൗൺസറാണ്, സ്റ്റേജ് ഷോകളുടെ അവതാരകനാണ്, മെമിക്രി ആർട്ടിസ്റ്റാണ്. വൺ മാൻ ഷോ പ്രധാനമായിട്ടും വേദികളിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. 1995 മുതൽ പ്രൊഫഷണൽ മെമിക്രി രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു കലാകാരനാണ് ഞാൻ. പിന്നീട് ഒരു ഇടവേള എടുത്തു. ആ സമയത്താണ് റിയാലിറ്റി ഷോ പൊങ്ങി വരുന്ന ഒരു സമയമെന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ റേഡിയോ ജോക്കിയായിരുന്നു. കോഴിക്കോട് റെഡ് FM RJ കിച്ചു എന്ന ലേബലിൽ 5 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ പ്രണയവും ചെയ്തിട്ടുണ്ട്, സെൻറ്റിമെൻറ്റ്സും ചെയ്തിട്ടുണ്ട്, കോമഡിയും ചെയ്തിട്ടുണ്ട്, മോർണിംഗ് ഷോ സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഷോസും ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ നല്ല അനുഭവങ്ങളുണ്ടായി. അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒരുപാട് പേരെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റി. കാര്യം ഞാനൊരു കൗൺസിലിംഗ് ഷോ അതിനകത്ത് രാത്രി ചെയ്തിരുന്നു, രാത്രി 10 മണി മുതൽ 11 മണി വരെ. അപ്പോൾ ആ ഷോയിൽ വരുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ അവർ നമ്മോട് പറയുന്നു. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ മറുപടി കൊടുത്താണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആരും കാണുന്നില്ല, നമ്മുടെ ശബ്ദം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ആ ശബ്ദം കൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഒരാളെ കൗൺസിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അതും ലൈവായിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പേര് ആൾക്കാരെ നന്നാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ മാത്രം എന്തോ നമ്മുടെ ലൈഫിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ റേഡിയോയ്ക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ ഷോ ചെയ്യും പോലെ അല്ല. കാര്യം ഓരോ ഷോയ്ക്കും ഓരോ പ്രത്യേകതയുണ്ട്. ചില ഷോ ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരും, ചിലത് ഭയങ്കര സൈലൻ്റായിട്ട് പറയേണ്ടി വരും. ഇപ്പം ഹൃദയസ്വരങ്ങൾ എന്നുള്ളൊരു ഷോ ഞാൻ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഭയങ്കര ഹസ്കി വോയിസൊക്കെയാണ് അതിൽ പോകുന്നത്. ഈ കൗൺസിലിംഗ് ഷോ തന്നെയാണ്. അപ്പോൾ അത് പോകുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് മുന്നോട്ട് പോകണം. പ്രതിസന്ധികളിൽ തളരാതെ വരും നാളുകളെ നല്ലതാക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകണം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു ടൈപ്പിൽ അങ്ങ് പോകും. നേരെ മറിച്ച് ഇപ്പോൾ ഒരു മോർണിംഗ് ഷോ ഒക്കെ ആണെങ്കിൽ സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു മോർണിംഗ് ഷോ. ഈ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് ടൗണിൽ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഒരു പുതിയ സംഭവം അവിടെ വന്നിട്ടുണ്ട്, ഒരു മാളിൻ്റെ ഉദ്ഘാടനമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും നേരെ അങ്ങോട്ട് പോയിക്കൊള്ളുക. ഓക്കെ. മിമിക്രി എന്നുള്ള കല ഉള്ളിൽ കിടന്നുകൊണ്ടാണ് എനിക്ക് റേഡിയോ മേഖല വിടേണ്ടി വന്നത്. കാരണം എല്ലാവരും എൻ്റെ കൂടെ കയറിയ 5 വർഷം തികച്ചപ്പോൾ തന്നെ എല്ലാവരും വീണ്ടും ഈ റിയാലിറ്റി ഷോ അങ്ങനെയൊക്കെ ഉള്ള പ്രോഗ്രാമിലേക്ക് പോവുകയും ഞാൻ അവിടെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായി. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു, ഓക്കെ ഞാനും വീണ്ടും മിമിക്രി തന്നെയാണ് നമുക്ക് നല്ലത്, അതാണ് ഒരു സുഖം, ഒരു സന്തോഷം എന്നൊക്കെ വിചാരിച്ചു വീണ്ടും മിമിക്രി രംഗത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് റിയാലിറ്റി ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പുതിയ ടീമുകൾ, പുതിയ കലാകാരന്മാരുടെ ഉദയം ആയിരുന്നു ഈ റിയാലിറ്റി ഷോ വന്ന സമയം. അപ്പോൾ ആ സമയത്ത് കുറച്ച് അവസരം കുറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ഒരു ഇൻ്റർനെറ്റ് റേഡിയോ LMR എന്ന് പറഞ്ഞിട്ട്, അത് ലണ്ടനിലാണ് അതിൻ്റെ പ്രക്ഷേപണം നടക്കുന്നത്. അതായത് നമ്മളൊരു 4 മണിക്കൂർ വ്യത്യാസമുണ്ട് ഇന്ത്യൻ ടൈമുമായിട്ട്. ഈ 4 മണിക്കൂറിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് കറക്റ്റ് മോർണിംഗ് ഷോ ഇവിടുത്തെ അതേ സമയത്ത് അവിടുത്തെ സമയം വെച്ചിട്ട് അവിടുത്തെ ഫുൾ ചുറ്റുപാടുകളും പഠിച്ചിട്ട് ഇംഗ്ലണ്ടിൽ ഇരുന്ന്, അതായത് ലണ്ടനിൽ ഇരുന്ന് ഒരാൾ ഏത് രീതിയിൽ നമുക്ക് റേഡിയോയിലൂടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു ആ ഒരു രീതിയിലാണ് അന്ന് ലൈവായിട്ടാണ് ആ ഒരു ഷോ ചെയ്തിരുന്നത്. കാര്യം ഏകദേശം എല്ലാ സ്ഥലങ്ങളും എനിക്ക് കാണാപ്പാടമാണ്. ലണ്ടൻ ഞാൻ പോയിട്ട് പോലും ഇല്ല, കണ്ടിട്ടുമില്ല. പക്ഷേ ലണ്ടൻ മൊത്തം എനിക്ക് കാണാപ്പാടമാണ്. പിന്നീട് വീണ്ടും ഞാൻ മിമിക്രിയിലേക്ക് വീണ്ടും വന്നു. ഞാൻ മിമിക്രിയിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് പരുക്കൻ ശബ്ദങ്ങൾ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കാര്യം എൻ്റെ ഒരു ബേസ് ടോണായതുകൊണ്ട് മാക്സിമം പരുക്കൻ ശബ്ദം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ സാധാരണഗതിയിൽ സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്നത് NF വർഗീസിൻ്റെ വോയിസാണ്. ആരാണ് നിന്നെ അടിച്ചത്? ആണ്ടവനാണോ അതോ സിൽജിയാണോ? അടിച്ചതല്ല, ചവിട്ടിയതാ, അതും ഷൂസിട്ട കാലുകൊണ്ടും. അല്ലടാ, ആണ്ടവൻ
ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായട്ടിക്കൊപ്പമല്ല, മറിച്ച് കൊച്ചിയാ, വിശ്വനാഥന്റെ കൊച്ചി. വിളിച്ചു പോരാടത്തിന്റെ മമ്മിയോട് വിശ്വട്ടെ ക്ഷമിച്ചു എന്ന്. നീ പകപോക്കുകയാണല്ലടാ. ഈ മൺകുടം തിരികടാത്തൊരു വിളക്കിന് മുന്നിൽ ഞാൻ സൂക്ഷിക്കും. നിനക്കുമുണ്ടല്ലോ ടിക്കറ്റ് തന്ന ഒരാൾ. ഒരു നാൾ അയാൾക്ക് മരണം സംഭവിക്കും. അന്ന് നമുക്ക് കാണാമടാ. ഇങ്ങനെ പോകും. പിന്നെ കൊച്ചുപ്രേമൻ ചേട്ടൻ അടിച്ചത് എന്റെ പൊന്നാണോ അതോ ചേച്ചിയാണോ? എടാ, ഇത് അടിച്ചതല്ലേ, ചെവിടിയതാണ്. അതും സൂക്ഷിച്ച കല്ലുകൂട്ട് അലിയൂടെ. ഇങ്ങനെ പോകും. പിന്നെ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ ലാൽ, അതും നല്ല ബേസുള്ള ടോണാണ്. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. ഈ ബലറാമൻ്റെ സന്തോഷം. ഈ പുലിയൂരിന് പുലിയിറങ്ങുക, അത് പുലിയനുള്ളതാ. ഇനി പേടിക്കട്ട മക്കളെ, വേട്ട തുടങ്ങി. പിന്നെ മിമിക്രിയിൽ ഞാൻ മമ്മൂക്കയുടെ വോയിസാണ് ഏറ്റവും അധികം പരീക്ഷിക്കാറുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബേസ് ടോണ് അല്ലാതെ സ്പീഡായിട്ടുള്ളത് ഇങ്ങനെയുള്ള ഡയലോഗ്സ് എല്ലാം ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സാമ്രാജ്യം എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ ഡയലോഗ് ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു പരുക്കൻ ശബ്ദമാണ്. അത് ഏകദേശം ഇങ്ങനെയാണ് പോകുന്നത്. നീ എന്നെ ഒറ്റിക്കൊടുക്കുമല്ലേ, നിൻ്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കൊരുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിൽ താങ്ങാവുന്നതിലും വലിയൊരു കൊരുക്കരുത്. വന്ന മേലോട്ട് തിന്നാനും പറ്റില്ല. കൊളുത്തിയ ചൂണ്ടലോട് ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കും. ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. പിന്നെ ഈ മമ്മൂക്കയുടെ ഒരു വോയിസ് ഞാൻ ചെയ്താൽ ഏറ്റവും കൂടുതൽ കൈയടി പണ്ടിന് കിട്ടിയിട്ടുള്ള ഒരു ഡയലോഗ് എന്ന് പറയുന്നത് യാത്ര എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. പക്ഷേ ആ സിനിമയിൽ അങ്ങനെ ഒരു ഡയലോഗില്ല. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഡയലോഗാണ്. ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അത് സാധാരണഗതിയിൽ പ്രേക്ഷകർ കേട്ട് കഴിഞ്ഞാൽ ആ സിനിമയിലെ ഡയലോഗാണെന്ന് എല്ലാവരും വിശ്വസിക്കുള്ളൂ. പക്ഷേ ആ സിനിമയിൽ അങ്ങനെ ഡയലോഗില്ല. അത് ഇങ്ങനെയാണ് പോകുന്നത്. പ്രിയപ്പെട്ട തുളസി, ഈ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ 3-ാം ദിവസം അതുവഴി കടന്നു വരുന്ന ഏതെങ്കിലും ഒരു ബസ്സിൽ ഞാനുണ്ടാവും. നീ ഏകയാണെങ്കിൽ, ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് വേണ്ടി തുളസി തരുന്നൊരു ദീപം കൊളുത്തണം. മറിച്ച് നീ കുട്ടികളും ഭർത്താവുമായിട്ട് കഴിയുകയാണെങ്കിൽ നിനക്ക് നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഒരു ദീപത്തിന് പകരം 1000 ദീപങ്ങൾ എനിക്ക് വേണ്ടി കൊടുത്ത് തൃപ്തിയായി, സന്തോഷമായി. ഇങ്ങനെ ഒരു ഡയലോഗുണ്ട്. പിന്നെ ഈ ബാബു ആൻ്റണി എന്ന് പറയുന്ന നടൻ്റെ ശബ്ദം കേരളത്തിൽ ആദ്യമായിട്ട് ഞാനാണ് അവതരിപ്പിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ നാട്ടിലും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, പൊൻകുന്നം. അദ്ദേഹത്തിൻ്റെ ഒരു വില്ലൻ ശൈലിയുണ്ട്. നാടോടി എന്ന് പറഞ്ഞ സിനിമയും പിന്നെ വേറെ ഏതോ ഒരു സിനിമ, 2 സിനിമയിലെ ഡയലോഗ് മിക്സ് ചെയ്താണ് ഞാൻ അവതരിപ്പിച്ചത്. ഇതേ ഡയലോഗ് തന്നെയാണ് ഒട്ടുമിക്ക മിമിക്രി താരങ്ങളും പിന്നീട് അങ്ങോട്ട് അനുകരിച്ചത്. ആ ഡയലോഗ് ഇതാണ്. ഞാനും ഇപ്പോഴും പല വേദികളിലും അവതരിപ്പിക്കുന്ന ഈ ഡയലോഗ് തന്നെയാണ്. പണം, അതിനുവേണ്ടി നാം ഒരു കുതിരയെ പോലെ പായണം. മറ്റാരും എത്താത്ത അത്ര വേഗതയിൽ ജീവിതകാലം മുഴുവൻ ഒരു വളർത്തു നായി പോലെ നിങ്ങൾക്ക് വേണ്ടി സേവിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടില്ലല്ലോ. സോ യു ക്യാൻ ഗോ. പക്ഷെ ഞാൻ സ്പോട്ട് ഡബ് ചെയ്യുന്ന വേറൊരു ഡയലോഗ് പറഞ്ഞാൽ ബ്ലാക്ക് എന്ന സിനിമയിൽ പുള്ളി ചെയ്തിരിക്കുന്ന ഒരു കമ്മീഷണറുടെ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് വ്യത്യാസമാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലി. റൂമറുകളുടെ പുറകെ പോകുന്നത് നിങ്ങളുടെ ജോലിയാണ്. യു ഡു ദാറ്റ്. പോലീസ് എന്നും സത്യത്തിന്റെ പുറകെയാണ്. The press meeting is over. That's it. ഷൺമുഖൻ. പഴയ കാലത്തെന്ന് പറയുന്ന പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് പ്രോഗ്രാം കളിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 150 ഷോയാണ് ഒരു സീസൺ. അതായത് 3 മാസം കൊണ്ട് 150 ഷോ മിനിമം കളിക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു 4-ൽ 1 പോലും കേരളത്തിൽ ഒരു സമിതിയും കളിക്കുന്നില്ല. അന്ന് ഏറ്റവും കുറഞ്ഞ 150, 200, ഒരു ദിവസം 3 ഷോ 4 ഷോ വരെ ചെയ്ത അനുഭവമുണ്ട്. കാര്യം ഉച്ചയ്ക്ക് 12 മണിക്ക് ട്യൂട്ടോറിയൽ ഒരു ഷോ, വൈകുന്നേരം 6 മണിക്ക് വഴിയിലൊരു ഷോ, പിന്നെ 9 മണിക്ക് വേറൊരു സ്റ്റേജിലൊരു ഷോ, പിന്നെ വെളുപ്പാങ്കാലത്ത് ഒരു നാടകം കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു 2 മണിക്ക് ഷോ കൊടുത്തേക്കും ഒരു 3 മണിയാകുമ്പോൾ തുടങ്ങും. നേരം വെളുക്കും. ഞാൻ സ്റ്റേജിലേക്ക് കിടന്ന് തുടങ്ങിയിട്ടുണ്ട്. അവസാനം വണ്ടി പിന്നെ തിരിച്ചു വന്നിട്ട് എന്നെ വിളിച്ച് ഉണർത്തിയപ്പോൾ എവിടെ വയ്ക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേജിൻ്റെ ബാക്കി കിടന്ന് ഉറങ്ങും, നിങ്ങൾ പോയാൽ. പിന്നെ ഞങ്ങളഞ്ഞ് ക്യാമ്പിലെത്തി. പിന്നെ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് ഏതോ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് ബസ്സിൽ കയറി വരേണ്ട ഗതികേടൊക്കെ വന്നിട്ടുണ്ട്. കാര്യം അന്ന് അത്രയ്ക്ക് ഷോ ഉണ്ടായിരുന്നു, ഡെയിലി 2 ഷോ. കാര്യം നമുക്ക് തന്നെ അറിയില്ല തൊട്ട് തലേ ദിവസം എവിടെയാണ് ഷോ ചെയ്തത്. കാര്യം ഉറക്കം ഇല്ലെങ്കിൽ നമുക്ക് മറവി ഭയങ്കരമാണ്. അപ്പോൾ നമുക്കറിയില്ല എന്തിനാണ് എവിടെയാണ് പ്രോഗ്രാം കളിച്ചത്, ആദ്യത്തെ എവിടെയായിരുന്നു, രണ്ടാമത്തെ എവിടെയായിരുന്നു. നമ്മൾ തന്നെ ഇങ്ങനെ പരസ്പരം ചോദിക്കുന്ന ഒരു
അവസ്ഥയായിരുന്നു. ഇപ്പോഴും എന്ന് പറയുമ്പോഴത്തേക്ക് റിയാലിറ്റി ഷോ അത് ഒരുപാട് പേർക്ക് ഒരുപാട് അവസരങ്ങൾ ഒരുക്കി കൊടുത്തു. അത് ശരി തന്നെയാണ്. അപ്പോൾ ഒരുപാട് കലാകാരന്മാരുടെ രംഗപ്രവേശമുണ്ടായി. അതുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം ചിലപ്പം ഈ പ്രോഗ്രാംസ് ഓരോരുത്തരും കുറയുന്നത്. കാര്യം ഇത് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. പണ്ട് കാലത്തുള്ള മിമിക്രി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും, എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് നമ്മൾ മിമിക്രി കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അനുകരണം എന്ന് പറയുന്ന ഒരു സംഭവം, സിനിമാ നടന്മാരുടെ ശബ്ദം, ആ സംഭവം കഴിയുമ്പോഴത്തേക്ക് ഒരു പകുതി ജനം എഴുന്നേറ്റ് പോകുന്ന ഒരു അവസ്ഥ അന്നുണ്ടായിരുന്നു. അത് കേൾക്കാൻ വേണ്ടിയാണ് എല്ലാവരും അന്ന് വരുന്നത്. ഞാൻ ഈ മിമിക്രി ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടത്തിലാണ്. പക്ഷേ എനിക്കത് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് അറിഞ്ഞുകൂടെ. സ്കൂൾ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ഈ പറഞ്ഞ കണക്ക് മമ്മൂട്ടി ഉൾപ്പെടെ ഇതേ കറക്റ്റ് ഇത്രയും വോയിസ് എനിക്ക് അന്നുമുണ്ട് സ്കൂൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. പക്ഷേ എനിക്കത് എങ്ങനെ അവതരിപ്പിക്കണം എന്ന് അറിഞ്ഞുകൂടാ. പിന്നെയെന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ പഠിച്ചു വെച്ചാൽ ഡയലോഗ് പറഞ്ഞാൽ ഐ മണ്ടിപ്പെണ്ണെ, ഐ സുശീലേ എന്നുള്ള. അപ്പോൾ നിർഭാഗ്യവശാൽ എൻ്റെ ടീച്ചറിൻ്റെ പേര് സുശീല എന്നാണ്. എനിക്കിത് പറയാനും പറ്റില്ല. എന്നാൽ അത് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് ടീച്ചർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ടീച്ചറെ ഇതിപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്കറിയാവുന്ന ഡയലോഗ് അങ്ങനെയാണ്, ടീച്ചറിൻ്റെ പേരാണ് ആ ഡയലോഗ് കിടക്കുന്നത്, അത് ശരിയാവത്തില്ല. അതിനെന്തരാ നീ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്ന് സ്റ്റേജിൽ കയറിയില്ല, ആ സ്റ്റേജിൽ ചെയ്തിട്ടുമില്ല. പിന്നീട് ഞാൻ പ്രീ ഡിഗ്രിക്ക് നിലമേൽ NS കോളേജിൽ വരുന്ന സമയത്താണ് ഞാൻ ചെയ്യുന്നത്. അന്ന് അവിടെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന വമ്പാൻ ടീമുകളൊക്കെ ഭയങ്കര മിമിക്രി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്ന് മത്സരിച്ചു. ഞാനും പോയി. പക്ഷേ ആ വർഷം ആദ്യത്തെ വർഷം എനിക്ക് ഫസ്റ്റ്, ഞാൻ പിന്നെ രണ്ടാമത്തെ വർഷവും ഞാൻ തന്നെ. എല്ലാ വർഷവും എനിക്കാണ് കോളേജിൽ മിമിക്രിക്ക് ഫസ്റ്റ് കിട്ടുന്നത്. വീട്ടിൽ നിന്ന് എനിക്ക് പിന്നെ നല്ല സപ്പോർട്ടായിരുന്നു. കാര്യം വീട്ടിൽ ഞങ്ങൾ 3 ആണുങ്ങളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നും വലുതായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ അനിയനുണ്ട്, അനിയത്തിയുണ്ട്, ഞാൻ ഏറ്റവും ഇളയ മോനാണ്. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കി എല്ലാവരും ഓരോരുത്തരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം വീട്ടിൽ പറയും നീ പരിപാടിക്ക് വേണോ? ആ പോയിക്കോ. പിന്നെ ഞാൻ വരുന്നത് ഞാൻ പരിപാടിക്ക് കഴിഞ്ഞാൽ 1-2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ വീട്ടിൽ വരുന്നത്. ആരും ചോദിക്കത്തുമില്ല, ഒന്നുമില്ല. ആരും അന്ന് ഫോണില്ല. തൊട്ടടുത്ത വീട്ടിൽ വിളിച്ച് പറയും ഡേയ് ഇത് കണക്ക് മറ്റന്നാ പരിപാടിയുണ്ട് വരണം. അപ്പോൾ അവർ വൈകുന്നേരം വീട്ടിൽ ഒന്ന് പറയും അവിടെ നിന്ന് ഇന്ന ആൾ വിളിച്ചിരുന്നു, ആ പരിപാടിയുണ്ട്. പക്ഷെ അതൊക്കെ കറക്റ്റായിരിക്കും. അത് പിന്നെ മാറ്റമൊന്നും വരത്തില്ല. നേരെ പോകുന്നു വരുന്നു, അങ്ങനെയാണ്. അപ്പോൾ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടാണ്. രാത്രി കിടന്നിട്ട് മിമിക്രി ഒരു 10-40 നടന്മാരെ ശബ്ദം എല്ലാ ദിവസവും പ്രാക്ടീസാണ്. പരിപാടിയൊന്നും ഇല്ലെങ്കിലും ചുമ്മാ അങ്ങ് പ്രാക്ടീസ് ചെയ്യും. ഞാൻ നാട്ടിൽ നിന്നും കുഴപ്പമില്ല. നമ്മുടെ കൂട്ടുകാരെല്ലാം അന്ന് എന്താ പറയുക, ഞാൻ 5 രൂപയ്ക്കാണ് ആദ്യം പ്രോഗ്രാം ചെയ്യുന്നത്. 5 രൂപയും ഒരു നാരങ്ങയും. ഒരു ഓണപ്പരിപാടി പറയുന്നത് മിമിക്രി പറയണം. ഞാൻ ചെന്ന് ചെയ്തു. അപ്പോൾ ഒരാൾ കൊണ്ടുവന്ന് 5 രൂപയും തന്നു, ഒരു നാരങ്ങയും തന്നു. പിന്നെ അത് നേരെ 100 രൂപയായി. രഘുവരൻ ഞാൻ ചെയ്യും. അവ എங்கே இருக்க, எப்படி இருக்க, எழுதெல்லாம் செய்கிறேன் தெரியாது. ரொம்ப நாளுக்கு அப்புறம் என் மூளைக்கு வேலை வச்சு நீ சரியான ஆம்பளையாக இருந்தால் அவனை கொண்டுடு, அதுக்கப்புறம் என் மூத்தில் மொழി. പിന്നെ ഡബ്ബിങ് ഇടയ്ക്കിടയ്ക്ക് എനിക്കുണ്ടാവും. മാസത്തിൽ എങ്ങനെയാലും ഒരു വർക്കെങ്കിലും കിട്ടും. സിനിമ ഞാനിപ്പോൾ ഒരെണ്ണം ചെയ്തായിരുന്നു. അത് ബൈജു ചേട്ടന് വേണ്ടി ഒരു സിനിമയുടെ ഫുള്ള് വോയിസും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സിനിമ പേര് ഒന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെ ഡമ്മി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ അവർ പറഞ്ഞത്, അതിൻ്റെ ഡയറക്ടർ പറഞ്ഞത്. പക്ഷെ ഞാനത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതവർ ഫിക്സ് ചെയ്തു. കാര്യം പുള്ളി വന്ന് അത് വോയിസ് കേട്ടിട്ട് പറഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് ഫിക്സ് ചെയ്തിട്ട് പോയി എന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. ആ സിനിമ ഇറങ്ങിയാണോ ഇനി OTT റിലീസാണോ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളിലൊക്കെ ഒരു വ്യക്തിയാണ്. സിംഗപ്പൂർ, അമേരിക്ക, ഫ്രാൻസ്, പാളയം, സ്റ്റാച്ചു, കണ്ണമൂല, കിഴക്കേക്കോട്ട, അങ്ങനെ എത്ര രാജ്യങ്ങൾ. ഇവിടെ എത്തി. സാറിൻ്റെ മോളെ കണ്ടപ്പോഴേ എനിക്കങ്ങ് ഇഷ്ടമായി. സഫറോങ്കി സിന്ദഗി ജോ കഭി നഹി ഖതം ഹോ ജാത്തി ഹെ. ഒന്നിനും സമയം കിട്ടുന്നില്ല സാറേ, മൊത്തം ബിസിയാണ്. പിന്നെ അതേപോലെ ജോയി മാത്യു ചെയ്യുന്നുണ്ട്. അതും അങ്ങനെ എല്ലാവരും ചെയ്യുന്നതല്ല, കുറച്ച് റയറാണ്. ഇടുക്കി കൂടെ എന്ന് പറഞ്ഞാൽ സിനിമയിലൊരു ഹിറ്റ് ഡയലോഗ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ. ഇടുക്കിയിലെ മലമടക്കുകളിൽ ഇളം വെയിലിൽ ചില ചെടികൾക്ക് പൊൻകതിരുകളുണ്ടാവും. നമ്മൾ നാട്ടുകാർ കൃഷിക്കാർ നീലച്ചടയൻ എന്നൊക്കെ പറയും. പക്ഷേ ചൂട് കാലത്ത് ഗോവയിൽ നിന്ന് മല കയറി ഇടുക്കിയിലെത്തുന്ന ഇവരെ പോലുള്ളവർ ഇതിന് വേറൊരു പേരെ വിളിക്കുക, ഇടുക്കി ഗോൾഡ്. അതേപോലെ പിന്നെ ഞാൻ ചെയ്യുന്ന ഷമ്മി തിലകൻ ചേട്ടൻ്റെ ഒരു 2 വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം ചെയ്യും. അതായത് അദ്ദേഹം മറ്റേ ദേവാസുരം സിനിമയിൽ
നെപ്പോളിയന് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. നെപ്പോളിയന് വേണ്ടിയിട്ട് ഷമി തിലഞ്ഞിട്ടാണ് ഡബ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വോയിസ് ഇങ്ങനെയാണ്: നീല, ഒരു കാറ് കത്തിയ എനിക്ക് പുല്ല, പകരം നിൻ്റെ ഈ തറവാട് കത്തിച്ച് കളയാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. നീ ഇറങ്ങണം നീല, എങ്കിലല്ലേ കളിക്കൊരു ഹരമുണ്ടാവൂ. മുണ്ടക്കല ഉത്സവത്തിന് ഇനി അധിക നാളില്ല. അന്ന് ഒരു പുരുഷാരെ നോക്കി നിൽക്കേ നിന്നെ ഞാൻ തല്ലും. തിരിച്ച് നിൻ്റെ കയ്യെങ്ങാനും പൊങ്ങിയ വെടിപ്പുര നിന്ന് കത്തും. ഇത് ആ ഒരു സംഭാഷണ ശൈലി, പഴയ ഒരു ശൈലി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡയലോഗ് എന്ന് പറയുന്നത് ഒരുപാട് നെറ്റിലൊക്കെ ഒരുപാട് കറങ്ങിയ ഒരു ഡയലോഗാണ്. ഒരുപാട് റീൽസൊക്കെ വന്ന ഒരു ഡയലോഗാണ്. പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞ സിനിമ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്, ബട്ട് ഞാൻ പറയുന്നു ഇതുപോലൊരു നശിച്ച ജോലി എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ വെറുത്തു പോകും. എന്നിട്ടും ഡെയിലി ഞാൻ ആ ജോലിക്ക് പോകും. രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ? എങ്ങനെ കോഴിക്കോട് നാരായണൻ നായർ അതും റയറായിട്ട് മിമിക്രി താരങ്ങൾ ചെയ്യുന്ന ഒരു ഡയലോഗാണ്. എൻ്റെ മകൻ്റെ ഭാര്യയാകളെ പെൺകുട്ടിയാവളെ, അവളെക്കുറിച്ചൊരു അപകടം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്, അവക്കുണ്ട്. കേസ് അന്വേഷിച്ചതേ CI ശങ്കരനാരായണ. ഒരു രൂപ പോലും ഉണ്ടാവില്ല. ഉണ്ടാവരുതെന്ന് ഞാൻ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു. കണ്ണാടി എന്ന പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അതിനും ഒക്കെ നല്ല കൈഡി കിട്ടുന്ന ഒരു ഡയലോഗാണ് TNG. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. കണ്ണാടി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഗാനമേളയും മിമിക്രിയും ഒക്കെ നടക്കുന്ന വേദിയിലാണ്. ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തിരക്കിനിടയിൽ എൻ്റെ കണ്ണാടി ഇവിടെ എവിടെയോ കളഞ്ഞുപോയ കണ്ണാടി തിരിച്ചു കിട്ടിയാൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ലൈഫിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ മറന്നുപോയതാണോ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. ഞാൻ ഒരുപാട് പേരെ ഉപദേശിച്ച് നന്നാക്കിയിട്ട് ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ കാര്യം ഞാൻ മറന്നുപോയി എന്ന് വേണം പറയാൻ. കഴിഞ്ഞാൽ പ്രോഗ്രാമായിട്ട് അങ്ങനെ അങ്ങ് പോയി. ഇതിനിടയിൽ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. ഒരു പെയർ ഉണ്ടാക്കാൻ പറ്റിയില്ല. നമ്മൾ ഒറ്റപ്പെട്ട് ഈ ഒരു ചെറിയ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടങ്ങ് താമസിക്കുന്നു. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ എപ്പോഴും ഓരോരുത്തർ പറയും ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു സംഭവം വന്നു പോയാൽ ആരുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനും ചില സമയത്തിരുന്ന് ആലോചിക്കും, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും. പിന്നെ കുറച്ച് നേരം ആലോചിക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പം എന്തായാലും ഇങ്ങനെ പോകണം. എത്രയോ പേര് അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നില്ലേ. പിന്നെ നമുക്ക് പറ്റാത്തൊന്നുമില്ല. എനിക്കിപ്പം വീട്ടിൽ ഹോബി എന്ന് പറഞ്ഞാൽ പാചകം. അതാണ് എൻ്റെ ഒരു ടൈം പാസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ മിമിക്രി എന്നുള്ള ഒരു പ്രൊഫഷനിൽ എനിക്ക് ഒരുപാട് സഹായം ഉണ്ടായിട്ടുണ്ട്. മിമിക്രിയോടുള്ള ഒരു ആത്മാർത്ഥത 100% പാലിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒറ്റപ്പെട്ടത് കൊണ്ടും മറ്റ് ഉത്തരവാദിത്തങ്ങൾ ഒന്നും ഇല്ല എനിക്ക്. അപ്പോൾ എനിക്ക് അത് എൻ്റെ കലാഫീൽഡിൽ എനിക്കത് ഗുണമായിട്ടേ തോന്നിയിട്ടുള്ളൂ. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അത് എൻ്റെ കോളേജ് ടൈമിലായിരുന്നു. ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിരുന്നു. കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ ആ പെണ്ണിനോട് ഒരു ചോദ്യം ചോദിച്ചു. അവിടെയാണ് നമ്മൾ തമ്മിൽ ക്ലാഷ് ആവുന്നത്. കാര്യം അന്ന് എനിക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ ഇത്രയും വലിയ ലെവലിലൊന്നും അല്ല. അത്യാവശ്യം മിമിക്രി ആർട്ടിസ്റ്റാണ്. അന്ന് മിമിക്രിക്കാർക്ക് ഒരു വില ആരും നൽകില്ല. അന്ന് മിമിക്രി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. മിമിക്രിക്കാരൻ അവനാര് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്.
അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സമയം. അപ്പോൾ ഞാൻ ഈ പെണ്ണിനോട് ചോദിച്ചു, പിന്നെ അത്യാവശ്യം ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയമാണ്. ഞാൻ ഈ പെണ്ണിനോട് ചോദിച്ചു, ഒരുപക്ഷെ നിൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ച് ഈ കല്യാണം നടത്തി തരാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ഒപ്പം ഇറങ്ങി വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അത് പറ്റത്തില്ല. അപ്പം ഞാൻ അതെന്തുകൊണ്ട് പറ്റില്ല? അപ്പോൾ പറഞ്ഞു, അല്ല, വീട്ടിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് സമ്മതിക്കും. ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു. പക്ഷേ അത് ചെറുതായിട്ടൊക്കെ വീട്ടിൽ അറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് അവർ ഫോണും എല്ലാം കട്ട് ചെയ്ത് അത് വലിയ വിഷയമായി. അപ്പോഴും ഞാൻ വീണ്ടും ചോദിച്ചു, നിൻ്റെ വീട്ടുകാർ സമ്മതിക്കാൻ സാധ്യതയില്ല, നിനക്ക് എന്നോടൊപ്പം ഇറങ്ങി വരാൻ പറ്റുമോ? അത് വീട്ടുകാരെ പിന്നെ ഇഷ്ടത്തിന് എനിക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്കിവിടെ പിരിയാം. അങ്ങനെ ആ ഒരു ബന്ധം അങ്ങ് പോയി. അത്രയേ ഉള്ളൂ. ഒറ്റയ്ക്കുള്ള ജീവിതം ചില സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നും, ചില സമയത്ത് ഭയങ്കര ദുഃഖമായിട്ട് തോന്നും. കാരണം എന്ന് പറയുന്നത് ഭാര്യ, മക്കൾ, ഇതൊക്കെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ലൈഫിൽ അങ്ങനെ ഇല്ലാതെ പോയി. കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം, ഞാൻ പലപ്പോഴും നമ്മുടെ കൂട്ടുകാരും ഒന്നിച്ചൊക്കെ പോകുന്ന സമയത്ത് അവരുടെ മക്കൾ പ്രോഗ്രാം കാണാൻ വരാറുണ്ട്, ഭാര്യമാർ പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ടൂറ് അങ്ങനെയുള്ള പരിപാടികളെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിലൊന്നും നമുക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ വിഷമങ്ങൾ മനസ്സിലുണ്ട്. പിന്നെ എന്തുകൊണ്ടോ അത് ഇല്ലാതെ പോയി. ഹലോ, എവിടെയാണ്? പള്ളിക്കലോ? ഓ പോരാ. ഇതാണ് എൻ്റെ ഓട്ടോറിക്ഷ. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരു ഓട്ടം പോയിട്ട് വന്നതേ ഉള്ളൂ. അടുത്ത ഒരു ഓട്ടമുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. സാബു പള്ളിക്കൽ പണ്ടുപോലെ ഇവിടെ ആട്ടോ ഓടുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ആട്ടോ ഓടിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയാണ്. കലാപരിപാടി, മിമിക്സ്, നല്ലൊരു കലാകാരൻ, നല്ല അടിപൊളി നല്ലൊരു മിമിക്രിക്കാരനാണ്. അത് ശരി. അപ്പം ഞാനെന്നറിയണം, അത്രയല്ലേ ഉള്ളു. ഒരു പാതിരാത്രിക്ക് ഒരു മണിയറ വല്ലി മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആരാണ് നീ, എന്തിനാണ് നിനക്ക് വേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് എൻ്റെ അമ്മയാണോ. അപ്പം അമ്മ പറഞ്ഞ് മകനെ അറിയില്ലെന്ന്. തിന്ന് അതോടെ തിന്നിട്ട് ഒരു പരിവൊക്കെ ആയിരിക്കണ. ഇത് കണ്ടല്ലേ, ഈ വലിയ മനുഷ്യട്ട പേരാണ് മാണിക്യം, രായമാണിക്യം. ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ വോയിസ് തന്നെയാണ്. എൻ്റെ ശബ്ദം തന്നെയാണ് എന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ശരീര സൗന്ദര്യം അല്ല, എൻ്റെ ശബ്ദം തന്നെയാണ് എൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. അത് ഒരുപാട് ആളുകളും പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ ശബ്ദം തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. What is NaCl? It is sodium chloride, using to kitchen, feeding to kitchen before the modern work. പച്ചക്ലാവിൻ്റെ കെമിക്കൽ നെയിം ബേസിക് കോപ്പർ കാർബണേറ്റ്. വൈ ആർ യു ലവിങ്? ഹൈഡ്രോമീറ്ററോ? ചിക്കാഗോയിൽ ഒരു സായിപ്പ് കണ്ടുപിടിച്ച പെണ്ണുങ്ങളുടെ മനസ്സറിയാവുന്ന യന്ത്രം. അതിങ്ങെത്തിക്കോട്ടെ.